ഹലോ ദേവീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഇപ്പോൾ നോമ്പുകാലാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ദിവസമെങ്കിലും നോമ്പ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ സത്യം. എന്തായാലും ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടി ഇന്ന് വൈകുന്നേരം ഒരു ഇഫ്താർ പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ നോമ്പ് എടുത്തിട്ട് തന്നെ അവിടെ ചെന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ നോമ്പെടുക്കുമ്പോൾ 5:15 മുൻപായിട്ട് തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് കൂടെയുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി അതിൽ കുറച്ച് അവിലിട്ടിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിൽ കഴിക്കുമ്പോൾ നമുക്ക് വൈകുന്നേരം വരെ നല്ല കുഴപ്പമില്ലാത്തൊരു എനർജി ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് മാത്രമല്ലേ നോമ്പുള്ളൂ, ബാക്കി എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി മുട്ടക്കറിയും ബ്രെഡൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മക്കൾക്ക് എക്സാം ഉണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് 2 നേരം എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ലഞ്ചും കൊണ്ടുവേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി ചോറും കറിയും എല്ലാം ആക്കി അവൻ അങ്ങോട്ട് വിട്ടു. പിന്നെ എൻ്റെ എല്ലാം പണികളും തീർത്ത് ഞാനും റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. എന്നും ഞാൻ യൂണിഫോം ഇട്ടിട്ട് തന്നെയാണ് പോകാറുള്ളത്. ഇഫ്താർ പാർട്ടി പ്രമാണിച്ച് ഞാനൊരു ഡ്രസ്സ് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വൈകുന്നേരം വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും വൈകുന്നേരം വരെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ പിടിച്ചു നിന്നു. ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടി ഇഫ്താറിൻ്റെ അവിടേക്ക് പോകാൻ റെഡിയായി. എനിക്കാണെങ്കിൽ കടയിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ വണ്ടി ഓടിച്ചിട്ടാണ് തോന്നുന്നു വെയിൽ കൊണ്ടിട്ട് കൈയിൻ്റെ മുകളിലൊക്കെ നല്ലൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഹാൻഡ് സോക്സും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി. അപ്പോൾ അതെല്ലാം മേടിച്ച് ഞങ്ങൾ വീണ്ടും ഇഫ്താർ പാർട്ടിയിലേക്ക് യാത്രയായി തന്നെ പറയാം. കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. വണ്ടിയിൽ പോകേണ്ട ദൂരം ഉണ്ടെങ്കിലും വണ്ടിയൊന്നും എടുത്തില്ല, കാരണം ഞങ്ങളൊരു 3-4 പേരുള്ളത് കൊണ്ട് തന്നെ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. നടന്ന് പോകുമ്പോഴും ഒരു രസം തന്നെയാണല്ലോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇഫ്താർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ തന്നെ അവിടെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്, അവിടെയായിരുന്നു. ഇപ്പം നമ്മൾ കാണുന്നിടത്തായിരുന്നു. ഈ വർഷം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആവാൻ പോകുന്നുണ്ട്, ടണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഇഫ്താറിന് പോകുമ്പോഴാണ് അവിടെ കണ്ടത് തന്നെ. നന്നായിട്ടുണ്ട്, നല്ല മനോഹരമായിട്ട് തന്നെ അവിടെ എല്ലാ പണികളും കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആവാം ഈ വർഷം എന്ന് കരുതിയിട്ട് എല്ലാം അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒരേപോലെ തന്നെ ഒരേ മനസ്സോട് കൂടെ തന്നെ ഇങ്ങനെ സഹകരിക്കണം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കുറച്ച് പേരൊക്കെ നാരങ്ങ വെള്ളം കലക്കി അതൊക്കെ സെറ്റാക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് ഒക്കെ അരിയുന്നുണ്ട്. എല്ലാം വീഡിയോ ഇതിനകത്ത് പകർത്താൻ പറ്റിയിട്ടില്ല. എല്ലാവരും ജാതി മതഭേദമന്യേ വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാക്കിർ സാറ് എന്തിനാണ് നോമ്പ് എടുക്കുന്നത്, അതുകൊണ്ടുള്ള ഉദ്ദേശം എല്ലാം തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരു ചെറു കഥാ രീതിയിലാണ് പരിമിതമായ സമയത്തിനുള്ളിൽ എല്ലാം നമുക്ക് പറഞ്ഞു തന്നത്. ടൈം നോക്കുന്നുണ്ടായിരുന്നു സാർ ഇടയ്ക്ക്, കാരണം ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കൊന്ന് അവസാനിപ്പിക്കാനായിട്ട്. ഒരു ചെറിയ സംഭവം കൂടി ഞാൻ അവസാനിപ്പിക്കാം. വിദേശത്ത് ജോലി കിട്ടി, യൂറോപ്പിലോ മറ്റോ ജോലി കിട്ടിയ ഒരാൾ അങ്ങോട്ട് ചെന്നു. അവിടെ അയാൾ താമസിക്കുന്നിടത്തിന് ജോലി സ്ഥലത്തേക്ക് പറഞ്ഞു, ആ ഉമ്മ നരകത്തിലാണ്, അവര് നോക്കുന്നുണ്ട്, അവര്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ നോമ്പുതുറ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.